ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പഴം വെച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് ഞാനിവിടെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു അത്യാവശ്യം വലിയ പഴം തന്നെയായിരുന്നു. അത് ഞാൻ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് നെയ്യിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അത് വാട്ടി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു അര കപ്പ് തേങ്ങയും കൂടെ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ശർക്കര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ ശർക്കരയൊക്കെ ഉരുകി വരുന്നത് വരെ ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഞാൻ ഇട്ട് കൊടുക്കാൻ മറന്നു പോയതാണ്. അതും കൂടെ ഒന്ന് ഇട്ടെടുത്തുകൊണ്ടു. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ പഴവും ശർക്കരയും തേങ്ങയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു മാവ് ഉണ്ടാക്കിയെടുക്കണം. അത് ഞാനിവിടെ ഒരു അര കപ്പ് ദോശമാവാണ് എടുത്തിട്ടുള്ളത്. ദോശമാവ് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കിയെടുക്കണ പോലെ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ 2 സ്പൂൺ മൈദയും അതേപോലെ തന്നെ ഒരു നുള്ളുപ്പും കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്പൂണോളം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. സാധാരണ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയെടുക്കണ ആ ഒരു രീതിയിൽ തന്നെ കേട്ടോ. ആ ഒരു രീതിയിൽ തന്നെയാണ് മാവ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ പഴം വാട്ടി വെച്ചത് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതേപോലെ ആക്കി എടുക്കാം കേട്ടോ. കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയാൽ മതി, ഒരു ചെറിയ ബോൾസ് ആയിട്ട് കിട്ടും. അപ്പോൾ അതങ്ങനെ എല്ലാം ഞാൻ ആ ഒരു രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഞാൻ ഇവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ മാവിൽ ഓരോന്നായിട്ട് മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കുന്നതിലേറെ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ പഴംപൊരി ഉണ്ടാക്കിയെടുത്താൽ. സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ഞാനിതൊന്ന് തിരിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ആയിട്ടോ, പെട്ടെന്ന് തന്നെ ആവും. അങ്ങനെ അധിക സമയമൊന്നും വേണ്ട. അതാ കണ്ടില്ലേ, നമ്മുടെ ആദ്യം ഇട്ട് കൊടുത്തത് പഴം ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പഴം വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.